നമസ്കാരം. ഓരോ ദിവസവും നാം ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റയുടൻ പറയുന്ന ഒരു വാക്കിന് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുവാനുള്ള കഴിവുണ്ട്. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന ആ വാക്ക് നിങ്ങൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റയുടൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് പറയേണ്ടത്. ഇത് ഒരു ചെറിയ വാക്കാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് കോടീശ്വര യോഗം വരെ നേടിത്തരുവാൻ കഴിവുള്ള ഒരു വാക്ക് തന്നെയാണിത്. പണത്തിനെ വശ്യം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ വാക്കിന് കഴിയുന്നതാണ്. ഈ വാക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കാം. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കു വേണമെങ്കിലും പറയാവുന്ന ഒരു വാക്ക് തന്നെയാണിത്. സ്ത്രീകൾക്ക് ആർത്തവ കാലഘട്ടം, അതായത് പീരീഡ്സ് ടൈമിലും ഈ വാക്ക് പറയാവുന്നതാണ്. കൂടാതെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരാണെങ്കിൽ, അതായത് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അവർക്കും ഇത് പറയാവുന്നതാണ്. ഇതിനു വേണ്ടി പ്രത്യേക നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഒരു പ്രത്യേകത. പ്രത്യേകതരം പൂജകളോ മന്ത്രങ്ങളോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. കൂടാതെ ഇതിനു വേണ്ടി പണച്ചിലവോ മുതൽ മുടക്കോ ആവശ്യമില്ല. നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഈ വാക്ക് നിത്യവും പറയുന്നതിലൂടെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം നിങ്ങൾ പോലും അറിയാതെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മേൽപ്പറഞ്ഞതുപോലെ ഈ വാക്ക് പറയുവാനായി പ്രത്യേക നിഷ്ഠകളോ കാര്യങ്ങളോ ഇല്ല. എങ്കിൽ കൂടിയും ഇന്നു മുതലാണ് ഈ വാക്ക് പറയുവാൻ ആരംഭിക്കുന്നത് എങ്കിൽ, നവരാത്രി വ്രതം എടുക്കുന്നവരാണെങ്കിൽ നിഷ്ഠകൾ പാലിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ വാക്ക് പറയുവാൻ ആരംഭിക്കേണ്ട ഏറ്റവും ഉത്തമമായ സമയം ഇന്ന് തന്നെയാകുന്നു. കാരണം നവരാത്രി ദിനം ആരംഭമാണിന്ന്. ഈ വാക്ക് നിത്യവും പറയുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതുമാണ്. ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാക്കി തരുവാൻ ഈ ചെറിയ ഒരു വാക്കിന് സാധിക്കുന്നതാണ്. അതിരാവിലെ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ എവിടെയാണോ കിടന്നുറങ്ങിയത് അവിടെ തന്നെ ഇരുന്നു വേണം ഈ വാക്ക് പറയുവാൻ. കിടന്നുകൊണ്ട് പറയരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഉറക്കമുണർന്ന് എഴുന്നേറ്റയുടൻ കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും ചേർത്തു പിടിക്കുക. കൈകൾ രണ്ടും ചേർത്തു പിടിച്ച ശേഷം ഉള്ളം കൈയിലേക്ക് നോക്കിക്കൊണ്ട് മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സങ്കൽപ്പിച്ച് ഈ വാക്ക്, അതായത് ഈ അത്ഭുതകരമായ വാക്ക് പറയേണ്ടതാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉള്ളം കൈയിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പറയേണ്ട വാക്ക് എന്നത് ധനസമൃദ്ധി എന്നതാണ്. ധനസമൃദ്ധി എന്ന വാക്കാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഈ വാക്ക് 1-2 മിനിറ്റ് പറഞ്ഞാൽ മതിയാകും. 1-2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സാവധാനത്തിൽ എത്ര പ്രാവശ്യം ഈ വാക്ക് പറയുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം പറയേണ്ടതാകുന്നു. ഈ വാക്ക് പറഞ്ഞതിന് ശേഷം ചേർത്ത് പിടിച്ചിരിക്കുന്നതായ ആ ഇരു കൈകളും നിങ്ങളുടെ മുഖത്ത് തടവുക. ഈ വാക്ക് മനസ്സിൽ പറയുകയോ ഉച്ചത്തിൽ ഉച്ചരിക്കുകയോ ചെയ്യാവുന്നതാണ്. തുടർച്ചയായി ഈ കർമ്മം 48 ദിവസം ചെയ്യേണ്ടതാണ്. ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സാമ്പത്തിക രംഗത്ത് ഉണ്ടായിത്തീരുവാൻ ഇത് കാരണമായി തീരും. കുറഞ്ഞത് 48 ദിവസമെങ്കിലും ഈ കാര്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. 48 ദിവസം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ കർമ്മം നിർത്തേണ്ട കാര്യമൊന്നുമില്ല. തുടരുന്നവർക്ക് തുടരാവുന്നതാണ്. എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഭൂമിദേവിയെ തൊട്ടുവണങ്ങിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ദിനചര്യകൾ ആരംഭിക്കാവുന്നതാണ്. ഇപ്രകാരം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ദിവസം തുടങ്ങുകയാണെങ്കിൽ ആ ദിവസം അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും ശുഭകരമായിരിക്കും.